ശ്രീ രാജു പി നായർ വളരെ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ അവസാനിപ്പിക്കാം. ശ്രീ ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്, അല്ലെങ്കിൽ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ചുരുങ്ങിയ പക്ഷം ഇതിന്റെ എക്സ്പെൻഡിച്ചർ നോക്കാൻ പറഞ്ഞപ്പോൾ അങ്ങ് അതെങ്കിലും നോക്കണമായിരുന്നു. ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് 43.56 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. 2.81 ലക്ഷം രൂപ അവിടുത്തെ മരങ്ങൾ മുറിക്കുന്നതിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. അവിടുത്തെ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി 72.66 ലക്ഷം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൽസൺ എസ്റ്റേറ്റിന് അക്വിസിഷന് കോമ്പൻസേഷൻ കൊടുത്തത് 77.55 ലക്ഷം. അത് കഴിഞ്ഞാൽ പിന്നെ വാട്ടർ ലൈൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് 36 ലക്ഷം. ഇത് കഴിഞ്ഞാൽ ഒരു പൈസയും കൊടുത്തിട്ടില്ല. മൊബിലൈസേഷൻ അഡ്വാൻസ് ആയിട്ട് 39.8 കോടി കാണിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തിരിക്കുന്നത് 39.88 ലക്ഷം അല്ലല്ലോ. അങ്ങയോട് ചോദിച്ച ചോദ്യത്തിന് അങ്ങ് എന്നോട് മറുപടി പറയണ്ട, പക്ഷെ സ്വയം ചിന്തിച്ചു നോക്ക്. കർണാടക സർക്കാർ കൊടുത്ത 20 കോടി ഏത് അക്കൗണ്ടിലാണ് പോയത്? DYFI കൊടുത്തു എന്ന് പറയുന്ന 20 കോടി ഏത് അക്കൗണ്ടിലാണ് പോയത്? അപ്പോ CMDRFന്റെ പണം എടുത്തിട്ടല്ല വീട് നിർമ്മിക്കുന്നത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. CMDRFലെ പൈസ കൊടുത്തല്ല ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നത്, മറിച്ച് മറ്റു പണമുണ്ട്. ആ പണത്തിന്റെ എത്ര ഉണ്ടെന്ന് പറയാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഞാൻ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറി പറഞ്ഞാൽ മറുപടിയാവില്ല ശ്രീ ജയചന്ദ്രൻ. അത് ദയവേത് എല്ലാ പ്രാവശ്യം വിളിച്ചാണ്. അല്ല, നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അല്ല, ജയേന്ദ്രനല്ല, ഞാൻ ജയചന്ദ്രൻ വഴിക്ക് CPM-നോടാണ് പറയുന്നത്. ജയചന്ദ്രൻ വഴിക്ക് CPM-നോടാണ് പറയുന്നത്. അദ്ദേഹം നിരീക്ഷകന്റെ വേഷമൊക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നില്ല. പക്ഷേ CPM പിരിച്ച പൈസയുടെ കണക്ക് ഞാൻ ചോദിച്ചതിന്റെ പേരിൽ എനിക്കെതിരെ വലിയ സൈബർ ആക്രമണം നടന്നതാണ്. അവിടുത്തെ ജനങ്ങളെ വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചതിന്റെ പേരിൽ സ്മൃതി ചോദിച്ചപ്പോൾ സ്മൃതിക്കെതിരെ ഉണ്ടായതറിയാം. ഇപ്പതാ നൌഫലിനെതിരെയും ചോദിച്ചിരിക്കാൻ. ഞങ്ങളുടെ രാഷ്ട്രീയം അതല്ല മിസ്റ്റർ ജയേന്ദ്രൻ. ഞാൻ പറയുന്നു, ആ ചൂരൽമല മുണ്ടക്കയിൽപ്പെട്ട CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഞാൻ നേരത്തെ പറഞ്ഞ ചികിത്സാ സഹായം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു പ്രിയങ്ക ഗാന്ധിയോട് പരാതി പറയാൻ വന്നതിൽ ഒരാൾ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ആ ബ്രാഞ്ച് സെക്രട്ടറിയെയും കൂട്ടി നേരെ കളക്ടറെടുത്ത് പോയി അവരോട് സംസാരിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ട രാഷ്ട്രീയമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അതല്ലാതെ നിങ്ങളെ വിമർശിക്കുന്നവരെ തെറി പറഞ്ഞ് ഇല്ലാതെയാക്കുക എന്നുള്ള രാഷ്ട്രീയമല്ല ഞങ്ങളുടെ രാഷ്ട്രീയം. അതുകൊണ്ട് നിങ്ങൾക്ക് കണക്കുകൾ ഒട്ടേറെ പറയാനുണ്ട്. CPM ഒട്ടേറെ കണക്കിനകത്ത് പറയാനുണ്ട്. അത് പക്ഷേ സ്മൃതി, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ടൗൺഷിപ്പ് എന്നുള്ള ഒരു ഒറ്റ പേറ്റിൽ നമ്മളെല്ലാം കെട്ടിയിട്ട് മറ്റുള്ളതിനെല്ലാം മറക്കുകയാണ്. ഞാനതാണ് ചോദിച്ചത്. അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ എന്ത് പുരോഗതി ഉണ്ടായി 2 വർഷം കൊണ്ട്? ആ ബെയിലി പാലം മാറ്റി നല്ലൊരു പാലം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അവിടുത്തെ സ്കൂൾ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ പെട്ട മനുഷ്യർക്ക് അവരുടെ പറ്റിയ അപകടത്തിന് നഷ്ടമനുസരിച്ച് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. 606 കോടി നമ്മളുടെ ജനങ്ങൾ കൊടുത്ത പൈസയുടെ മേലെ അടയിരിക്കുകയാണ് ഇവർ. അടയിരിക്കുകയാണ്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ദുരിതമകറ്റാൻ ലഭിക്കേണ്ട പൈസ ആർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുക? 606 കോടി ആർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുക? മനസ്സിലായില്ലേ? എന്നിട്ട് സമ്പൂർണ്ണ പരാജയമായ സർക്കാർ വിമർശിക്കുന്നവരെ മുഴുവൻ അസഭ്യം പറഞ്ഞ് മിണ്ടാതിരിപ്പിക്കാമെന്നാണ് ശ്രമിക്കുന്നത്. അത് ഇവിടെ നടക്കൂല. എത്ര അസഭ്യം പറഞ്ഞാലും ശരി, നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും നിങ്ങൾക്ക് മറുപടി ഇല്ലാതെ ശ്രീ ജയചന്ദ്രൻ ഇപ്പൊ ഇരിക്കുന്ന പോലെ ഇരിക്കേണ്ടി വരും. ശരി, നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും പിരിക്കാം. വളരെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.